സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്യൂഡോ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റംസ് അഥവാ ഹാബ് സ്ഥാപിക്കുന്നതിനോട് ഇന്ത്യ കൂടുതൽ അടുക്കുകയാണ് എന്നത് ചൈനയ്ക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്നു. വിന്റർ സോളിസ്റ്റിസ് ഫ്ലൈറ്റ് ട്രയൽ സമയത്ത് ഇന്ത്യൻ സ്യൂഡോ സാറ്റലൈറ്റിന്റെ ഒരു തദ്ദേശീയമായ പ്രോട്ടോടൈപ്പ് 21 മണിക്കൂർ വായുവിൽ തുടർന്ന് നിർണായകമായൊരു നാഴികക്കല്ല് നിലവിൽ കൈവരിച്ചിരിക്കുന്നു. 2024 ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ പദ്ധതിയിടുന്ന ഇന്ത്യയുടെ ഡ്രോൺ വിങ്മാൻ പ്രോഗ്രാമിന്റെ ഒരു ഘടകമാണിത്. 65,000 അടി ഉയരത്തിൽ സ്ട്രാറ്റോസ്ഫിയറിൽ പറക്കുകയും ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും അന്തരീക്ഷത്തിനുള്ളിൽ പറക്കുന്ന ഡ്രോണുകളും തമ്മിലുള്ള വിടവ് നികത്തുകയും ചെയ്യുന്ന ഈ സ്യൂഡോ സാറ്റലൈറ്റുകൾ ഒരു റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റിന് സമാനമാണ്. ഇവയുടെ സ്ട്രാറ്റോസ്ഫെറിക് റീച്ച് ഈ സാറ്റലൈറ്റുകളെ ഏത് കാലാവസ്ഥയിലെയും എയർ ട്രാഫിക്കിലെയും പ്രവർത്തനത്തിന് മികച്ചതാക്കുകയും കൂടാതെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇവയ്ക്ക് മാസങ്ങളോളം അലഞ്ഞു തിരിയാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. MQ-9B റീപ്പർ പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സ്യൂഡോ സാറ്റലൈറ്റ് നിരീക്ഷണ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ ഒരു റീപ്പർ ക്ലാസ് ഡ്രോൺ പ്രവർത്തിക്കാൻ മണിക്കൂറിന് ഏകദേശം $3,500 ചിലവാകും. അതേസമയം ഒരു ഹാബ്സ് ക്ലാസ് വെഹിക്കിളിന്റെ പ്രവർത്തന ചെലവ് മണിക്കൂറിൽ $500 താഴെയായിരിക്കും. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് സംരംഭത്തിന് കീഴിൽ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഹാബ്സ് പ്രോട്ടോടൈപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസിന്റെ CEO സമീർ ജോഷി ഈ നിർണായക നാഴികക്കല്ല് കൈവരിച്ചത് ട്വിറ്ററിലൂടെയാണ് പുറത്തുവിട്ടത്. ശീതകാല സാഹചര്യങ്ങളാൽ നിറഞ്ഞ ഏറ്റവും മോശമായ പകൽ ദിനത്തിൽ 21 മണിക്കൂറിലധികം വായുവിൽ തുടർന്ന് ഹാബ്സ് പ്രോട്ടോടൈപ്പ് അതിന്റെ ലോങ് എൻഡുറൻസ് എയർക്രാഫ്റ്റിനായുള്ള എല്ലാ ഡിസൈൻ ലക്ഷ്യങ്ങളും നിറവേറ്റിയിരുന്നു. അതോടൊപ്പം 3 മാസത്തെ എൻഡുറൻസോടുകൂടി 65,000 അടി ഉയരത്തിൽ ഹാബ്സിന്റെ ഫുൾ സ്കെയിൽ പ്രോട്ടോടൈപ്പ് പറക്കുമെന്നും ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസിന്റെ CEO വ്യക്തമാക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലെ മുൻ യുദ്ധവിമാന പൈലറ്റായ സമീർ ജോഷി ഹാബ്സ് ഒരു തന്ത്രപ്രധാനമായ ആസ്തിയാണെന്നും ഒരു ഉപഗ്രഹത്തിന്റെ എൻഡുറൻസും സ്ഥിരമായ സ്ട്രാറ്റോസ്ഫെറിക് സാന്നിധ്യത്തിനായി ഒരു വിമാനത്തിന്റെ ചടുലതയും ഉള്ളതുകൊണ്ട് ഹാബ്സ് ഒരു ഉപഗ്രഹത്തിനും വിമാനത്തിനുമിടയിലുള്ള ഒരു പാലമാണെന്നും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ISR കഴിവുകൾ വൻതോതിൽ മെച്ചപ്പെടുത്താനും നിരവധി സൈനിക സിവിലിയൻ ഉപഭോക്താക്കളും ഏജൻസികളും നൽകുന്ന ആശയവിനിമയ ഡേറ്റ വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സ്യൂഡോ സാറ്റലൈറ്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ ഭാരം കുറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ ദൂരെ നിന്ന് നിയന്ത്രിക്കാനും കാഴ്ചയുടെ രേഖയ്ക്ക് പുറത്ത് ആശയവിനിമയ ശേഷിയുള്ളവയുമാണ്. കൂടാതെ മോഡുലാർ നിർമ്മാണം കാരണം ഇവയ്ക്ക് സെൻസറുകളും നാവിഗേഷൻ കഴിവുകളുമുള്ള പേലോഡുകളും വഹിക്കാൻ കഴിയും. അടുത്ത 3 മാസത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പിന്റെ എൻഡുറൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ 1,000 കോടി രൂപയുടെ മേക്ക് 1 പ്രോജക്റ്റിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹാബ്സ് പ്രോജക്റ്റ് കൂടി ചേർത്തതോടെ ധനസഹായത്തിന്റെ 70% സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ പദ്ധതിയുടെ വികസനം എളുപ്പത്തിലാകുന്നു. ഭാവിയിലെ വ്യോമാക്രമണത്തിൽ സ്യൂഡോ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ നിർണായകമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹാബ്സ് വെഹിക്കിൾ പകൽ സമയത്ത് സഞ്ചരിക്കാൻ സൗരോർജ്ജവും രാത്രിയിൽ പറക്കാൻ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററിയും ഉപയോഗിക്കുന്നു. ഒരു ഉപഗ്രഹത്തിന്റെ ജീവിതചക്രത്തിന്റെ 3 ഇരട്ടി പ്രവർത്തനക്ഷമത ഉള്ളതുകൊണ്ട് ഒരു ഉപഗ്രഹത്തിന്റെ നിരീക്ഷണത്തിന്റെയും ആശയവിനിമയ പ്രവർത്തനങ്ങളുടെയും 70 മുതൽ 80% ഹാബ്സിന്റെ ചെലവിന്റെ ഒരു അംശത്തിൽ തന്നെ മറികടക്കാൻ കഴിയും. കൂടാതെ പെയ്ലോഡ് ശാശ്വതമായി നഷ്ടപ്പെടുന്ന ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആവശ്യാനുസരണം പെയ്ലോഡുകൾ സ്വിച്ച് ഔട്ട് ചെയ്യാൻ കഴിയുമെന്നതും ഹാബ്സിനെ വ്യത്യസ്തനാക്കുന്നു. 65,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ ഹാബ്സിന് അതിന്റെ പരിധിയിൽ 500 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങൾ കാണാനും 800 മുതൽ 1000 കിലോമീറ്റർ വരെ നന്നായി കേൾക്കാനും കഴിയും. ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ വേഗതയിൽ പറക്കുന്ന ഹാബ്സിന് താൽപ്പര്യമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ നേരം നിരീക്ഷണം നടത്താൻ കഴിയുമെന്നതും മികച്ച ഒരു നേട്ടമാണ്. ഹിമാലയത്തിന്റെ കൊടും തണുപ്പുകളിൽ ചൈനീസ് സൈനികരുമായി തുടരുന്ന ഏറ്റുമുട്ടലുകളിലെ ISRന്റെ പാളിച്ചകളിലെ വിടവ് നികത്താൻ ഹാബ്സ് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 25 മണിക്കൂർ എൻഡുറൻസുമായി 25,000 അടി ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAVക്ക് താൽപ്പര്യമുള്ള മേഖലകളിലുടനീളം ഒരേ സ്വാധീനം ചെലുത്താൻ ഏകദേശം 5,000 പറക്കലുകൾ നടത്തേണ്ടതുണ്ട്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 24 മണിക്കൂർ എൻഡുറൻസോടുകൂടി 65,000 അടി ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാബ്സ് എയർ വെഹിക്കിളിന് 250 തവണ പറന്നാൽ മതിയാകും. 36 ദിവസത്തെ പറക്കൽ റെക്കോർഡ് സൃഷ്ടിച്ച സെഫിർ സോളാർ പവേഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റം ഉപയോഗിച്ച് എയർബസ് ഹാബ്സ് രംഗത്ത് വൻ മുന്നേറ്റം നടത്തിപ്പോരുന്നു.
2023 ബേ സിസ്റ്റംസ് അതിന്റെ ഹാപ്സ് ഡ്രോൺ പ്ലാറ്റ്ഫോമായ ഫാസ 35ന്റെ ആദ്യത്തെ വിജയകരമായ സ്ട്രാറ്റോസ്ഫെറിക് പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. 24 മണിക്കൂർ പറക്കലിനിടെ ഫാസ 35 ഡ്രോൺ 65,000 അടി ഉയരത്തിലെത്തുകയും ന്യൂ മെക്സിക്കോയ്ക്ക് മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ പ്രവേശിച്ച് സേഫായി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ പുരോഗതി, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ, കാര്യക്ഷമമായ സൗരോർജ്ജം എന്നിവ ഹാപ്സിനെ ഒരു സാധ്യതയാക്കി മാറ്റുന്നു. ഈ കോമ്പിനേഷൻ ഉപയോഗിച്ച് ഹാപ്സിന് ഏതാണ്ട് പരിധിയില്ലാത്ത ശ്രേണി സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ ഇവയെ മാസങ്ങളോളം വായുവിൽ തുടരാൻ അനുവദിക്കുന്നു. തന്ത്രപരവും പ്രവർത്തനപരവുമായ UAVകളിൽ ഭൂരിഭാഗവും കമ്പഷൻ എഞ്ചിനുകളും പ്രീചാർജ് ചെയ്ത ലിഥിയം അയൺ ബാറ്ററികളും ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഇത് UAVകളുടെ റേഞ്ചിനെയും ദൗത്യത്തിന്റെ റേഞ്ചിനെയും നിയന്ത്രിക്കുന്നത് ദൗത്യങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഭാവിയിൽ സൗരോർജ്ജവും ഇൻഫ്ലൈറ്റ് ബാറ്ററി റീചാർജും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോങ് റേഞ്ച് UAVകൾ സാധ്യമായേക്കാമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യ നിലവിൽ പരീക്ഷിച്ച ഹാപ്സ് വെഹിക്കിൾ ചൈനീസ് പ്രദേശങ്ങളിലെ നീക്കങ്ങൾ ഇന്ത്യക്ക് ലഭിക്കാൻ കാരണമാകുമെന്നതിനാൽ ഇവ ചൈനയ്ക്ക് വൻ ഭീഷണിയാണ് നിലവിൽ ഉയർത്തിപ്പോരുന്നത്. ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ചാരക്കപ്പലുകൾ അയക്കുന്ന ചൈനയുടെ ഉള്ളിൽ കയറി എല്ലാ നീക്കവും നിരീക്ഷിക്കാനുള്ള കഴിവാണ് ഇന്ത്യ ഇപ്പോൾ നേടിയെടുത്തത്. പൂർണ്ണ സജ്ജമായി എത്തുന്ന ഇന്ത്യയുടെ ഹാപ്സ് വെഹിക്കിളുകൾ അതിർത്തി സുരക്ഷയിൽ മികച്ച പങ്ക് വഹിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്യൂഡോ സാറ്റലൈറ്റിന്റെ വികസന മേഖലയിൽ വൻ മുന്നേറ്റം നടത്തിയ ഇന്ത്യയെ ചൈനയും പാകിസ്ഥാനും ഭയത്തോടെയും ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയും നോക്കിക്കാണുന്നു എന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നത് തന്നെയാണ്.